തെക്കിനി കോലായങ്ങളിലും മച്ചിനുള്ളിലുമൊക്കെ ചില നിഴലുകൾ ഞാൻ കാണാറുണ്ട്. ഭയം കാരണം എനിക്കൊന്നും പറയാൻ കഴിയാതാവുകയാണ്. വലിയ മരങ്ങൾക്കിടയിൽ കാട്ടുവള്ളികൾ ചുറ്റുവരിഞ്ഞ തൊടിയിലെ സർപ്പക്കാവിലും പാതിരാത്രിയിൽ ഞാൻ പല കാഴ്ചകളും കാണാറുണ്ടായിരുന്നു. സർപ്പങ്ങളുടെ നിഴലുകൾ പോലെ അവ എൻ്റെ പിന്നിലുണ്ടായിരുന്നു. ശ്യാമേട്ടാ, ശ്യാമേട്ടാ, മോളെ കാണുന്നില്ല, മോളെ കാണുന്നില്ല. എവിടെ? നടുക്കിടുന്ന മോളെവിടെ? അവൾ ഇവിടെ കാണും. മോളെ, മോളെ, മോളെ ലച്ചു, മോളെ, 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 മോളെ ലച്ചു, മോളെ, ഈശ്വര, ലച്ചു മോളെ, മോളെ ലച്ചു, മോളെ, ലച്ചു മോളെ, 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 മോളെ ലച്ചു, എന്റെ മോളെ എവിടെ പോയി? ലച്ചു, ലച്ചു, മോളെ ലച്ചു, മോളെ, 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 ശ്യാമേട്ടാ, മോള് കിടക്കുന്നു. ലച്ചു, മോളെ, മോളെ, മോൾക്ക് എന്ത് പറ്റി? ലച്ചു, ലച്ചു, ലച്ചു മോൾക്ക് എന്ത് പറ്റി? മോളെ, ശ്യാമേട്ടാ, മോളെ, 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 ലച്ചു മോളെ. മോളുടെ പേരെന്താ? ലക്ഷ്മിക്കുട്ടി. ലച്ചു എന്ന് എല്ലാരും വിളിക്കുക. നല്ല പേരാണല്ലോ. എഴുന്നേറ്റോ കേട്ടോ. മിസ്റ്റർ ശ്യാം, നിങ്ങൾ വിചാരിക്കുന്ന പോലെ കുട്ടിക്ക് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. സർ, തറവാട്ടിലേക്ക് വന്ന ശേഷം അവൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. നിങ്ങളുടെ ഡൗട്ട് എനിക്ക് മനസ്സിലാവും. പഴയ തറവാട്, സർപ്പക്കാവ്, നിഗൂഢതകൾ, ഈ വക അന്ധവിശ്വാസങ്ങളിലൊക്കെ നിങ്ങളും. എനിക്കിതിൽ വല്ല വിശ്വാസം ഉണ്ടായിട്ടില്ല സാർ. പാർവതി നിർബന്ധിച്ചിട്ടാണ്. നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുട്ടിക്ക് മറ്റ് കുഴപ്പങ്ങളൊന്നും തന്നെയില്ല. ശരി സാർ. ഓക്കെ സാർ. ആര് നിർബന്ധിച്ചാലും വേണ്ടില്ല. ഈ വക ചികിത്സയൊന്നും ഇവിടെ ആവശ്യമില്ല. ചെയ്യേണ്ട കർമ്മങ്ങൾ മുടങ്ങിക്കിടക്കുക. സർപ്പക്കാവിലെ നാഗത്തന്മാർക്ക് വെള്ളരിയും പൂവും നീരും കൊടുത്ത് തൃപ്തിപ്പെടുത്തുക. പിന്നീട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം കൂടി പറയാണ്ട്. ആ കാണുന്ന അസത്തിനെ ഈ മുറ്റത്തേക്ക് പരമാവധി കയറ്റാതിരിക്കുക. ഞാനൊരു തകിട് പൂജിച്ച് തരാം. കുട്ടിയോട് വീട്ടിലോട്ട് വരാൻ പറ. ആയിക്കോട്ടെ.